എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓസ്ട്രേലിയയിലെ പെർത്തിലാണ്. പെർത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് നമ്മുടെ യാത്ര. നോർത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഒരു രണ്ടാമത്തെ വീഡിയോ ഉണ്ടായിരുന്നു. അതും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മളിന്ന് പോകുന്നത് പിനക്കിൾ ഡെസേർട്ടിലോട്ടാണ്. ഒരു മരുഭൂമിയുടെ കാഴ്ചയാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള ഒരു മരുഭൂമിയുടെ കാഴ്ചയാണ്. അപ്പം ഇവിടുന്ന് നമുക്ക് പെർത്തിൽ നിന്ന് ഏകദേശം ഞങ്ങൾ താമസിക്കുന്നതോടുന്ന് ഏകദേശം 250 കിലോമീറ്റർ യാത്രയിലോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. കമ്പൈൻ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കിലെ ട്രീ ടോപ്പ് വാക്കും ഉണ്ട്. അത് വേറെ സൗത്ത് പാർട്ടാണ്. രണ്ടും കൂടി ഞാൻ രണ്ട് സമയത്ത് യാത്ര ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ ഓസ്ട്രേലിയ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെയിൻ ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ റീജിയണലായിട്ട് കിടക്കുവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഫാം ലാൻഡുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പശുക്കളും ആടുകളൊക്കെ നല്ലൊരു കാണാനൊരു ഭംഗിയാണ്. നമുക്ക് ഒരു മിനി സ്വിറ്റ്സർലാൻഡ് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ പുല്ലുകളും ബുഷസും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഓസ്ട്രേലിയ റോഡുകൾ ഹൈ ക്വാളിറ്റിയാണ്. ഭയങ്കര രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കുലുക്കോ ഒന്നും അറിയത്തില്ല. നല്ല രീതിയിൽ സ്ട്രെയിറ്റ് റോഡുകളാണ് ഇവിടുത്തെ ഉള്ളത്. നമ്മളീ പോകുന്ന യാത്രയിൽ നമുക്ക് ഒരുപാട് ഫാമിലാൻഡിൽ കാംഗ്രൂസിനെ കാണാൻ പറ്റും. ഇവർ രാത്രിയാകുമ്പോഴാണ് റോട്ടിലോട്ട് വരുന്നത്. അപ്പോൾ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപകടം എന്ന് പറഞ്ഞാൽ കാംഗ്രൂ എടുത്ത് ചാടുകയൊക്കെ ചെയ്യും. ചെറിയൊരു കാറാണെങ്കിൽ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ റൈറ്റ് ഓഫിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളീ പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയൊരു മനോഹരമായൊരു കാഴ്ചയാണ്. ഇപ്പോൾ കണ്ടില്ലേ ചെറിയൊരു ഐലൻഡ് പോലെ ഒരു ഡെസേർട്ട് കണ്ടോ. ഒരു ചെറിയൊരു ഡെസേർട്ടാണ്, ഒരു മണൽ കൂമ്പാരം പോലെ. അപ്പോൾ പിനക്കിളിൻ്റെ അടുത്തെത്താറായതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് പിനക്കിളിലോട്ട് പോകുന്നതിൻ്റെ ഒരു എൻട്രൻസ് ആണ്. ഇവിടെ ഒരു എൻട്രൻസ് ഫീ അടയ്ക്കണം. അപ്പോൾ എൻട്രൻസ് ഫീ അടച്ചിട്ട് വേണം നമുക്ക് ഉള്ളിൽ കയറാൻ. നമുക്ക് വണ്ടി ഓടിച്ച് തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണാൻ പോകുന്ന പിനക്കിൾ എന്ന് പറഞ്ഞാൽ 4.5 കിലോമീറ്റേഴ്സാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് ട്രിപ്പ് പോലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇതിൽ കൂടെ പോകുമ്പോൾ. അപ്പോൾ നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അവരതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. അപ്പം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് എങ്ങനെ റൂട്ട് മാപ്പൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ റൂട്ട് മാപ്പ് കൂടെ നമ്മൾ പോകണം. ഇതാണ് നമുക്കൊരു ഫസ്റ്റ് ലുക്ക്, പിനക്കിളിൻ്റെ ഫസ്റ്റ് ലുക്കാണ് ഈ കാണുന്നത്. ഒരു ഡെസേർട്ടാണ്. ഫുൾ ക്ലിയർലി ഒരു ഡെസേർട്ടായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് സൈഡിലൊക്കെ വണ്ടി നിർത്തിയിട്ട് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, സൈഡിലൊക്കെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നുണ്ടല്ലേ. പിന്നെ അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡെസേർട്ട് കാണുന്നത്. അമ്മ കണ്ടിട്ടുണ്ട്, അമ്മ പണ്ട് ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്, മരുഭൂമി കണ്ടിട്ടുണ്ട്. അച്ഛൻ കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാറുണ്ട്. സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. എനിക്കൊരു ഓഫ് റോഡ് ട്രിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ ഉള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ഇതാണ് പിനക്കിൾ. നല്ലൊരു ഭംഗി. ഈ യാത്രയിൽ ഏറ്റവും ചലഞ്ചിങ് പാർട്ട് എന്താണെന്ന് അറിയോ? ഈ വീഡിയോ എടുക്കാനുള്ള ക്യാമറമാൻ ഇല്ല. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്യാമറമാനായി ഞാൻ വണ്ടി ഓടിക്കുകയാണ്. രണ്ടാമത്തെ ക്യാമറ മോണായ എൻ്റെ ഭാര്യ, അവളുടെ ഒരു വലിയൊരു ക്യാമറ ഉണ്ട്. 4 മാസമായ ഞങ്ങളുടെ കുഞ്ഞ് ജെനി, അവർ രണ്ടാമത്തെ ട്രോഫിയാണ്. അവളെന്ന് പറഞ്ഞാൽ 4 മാസത്തേനാണെങ്കിൽ അവിടെ വായിൽ ഒച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വരെ ഷെയ്ക്ക് ചെയ്ത് കളയും. ഭൂമി ഉലുക്കാൻ പോലെയാണ്. ജെനിയുടെ മൊത്തം കാര്യം അച്ഛൻ നോക്കുന്നതുകൊണ്ട് പിന്നെ അവൾ യാത്ര കഴിയുമ്പോൾ റിൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. പിന്നെ അടുത്ത ട്രോഫി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ ട്രോഫി ജോഷുവ, ജെനിയേക്കാളും ചെറുതാണ്. അവൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കഷ്ടമാണ്. അവന് ബോറടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ തല തിന്ന് കളയും. അടുത്തൊരു ക്യാമറമാനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ അച്ഛനെ പോലും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ വീഡിയോ എടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ തന്നെ ഇറങ്ങി ഓടിക്കളയും. അത്രയും ഫോൺ ഇങ്ങനെ കുലുക്കിക്കളയും. അത്രയും ഫോൺ ഷെയ്ക്ക് ചെയ്തിട്ട് ആ ഫോണ് തന്നെ വെറുത്തു പോകും. അതുകൊണ്ട് ഇപ്പോൾ ആൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ യാത്രയിൽ തന്നെ ഫോൺ എങ്ങനെ പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫോണിലിപ്പം നല്ല രീതിയിൽ വിഷ്വലായിട്ട് വീഡിയോ എടുക്കാൻ പഠിക്കുന്നുണ്ട്. അപ്പം ഈ യാത്രയിലെ പല വിഷ്വൽസും അച്ഛനും എടുത്തിട്ടുണ്ട്. കുറേ ഡിലീറ്റ് ചെയ്യേണ്ട വന്നു കേട്ടോ, സത്യാവസ്ഥ അതാണ്. പക്ഷേ കുറച്ച് നേരം ഇമ്പ്രൂവ് ചെയ്ത് ആൾ പഠിച്ചു വരുന്നുണ്ട്. നാലാമത്തെ ആളാണ് മാതാജിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അലർജി വിടുന്ന ഒരാളാണ് അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വചനമൊക്കെ കാണാനും പിന്നെ വീഡിയോകൾ കാണാനും മാത്രമാണ് ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാമറയെ പറ്റിയൊരു അറിയാത്ത ഒരാളാണ് മാതാജി. ഇതാണ് ഞങ്ങളുടെ ന്യൂ ടെക് ഫാമിലി. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടൊരു കുടുംബമാണ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ഉള്ളിലുള്ള ഒരു വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല.
എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം വണ്ടി നിർത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവസരം കിട്ടിയിട്ടുമില്ല. എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഭയങ്കര കാർച്ചയാണ്. അപ്പം മാക്സിമം സ്പീഡിലെത്തി മഴയൊക്കെ വരുന്ന മുമ്പേ വരാമെന്നുള്ള രീതി പറന്നു വന്നതാണ്. ക്യാമറ അടിച്ചോ ഇല്ലയോ എന്ന് ആർക്കറിയാം. വീട്ടിൽ ഫൈൻ എത്തുമ്പോൾ അറിയാം. അപ്പം നമ്മൾ ഈ പോകുന്ന യാത്രയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഓഫ് റോഡിങ് ഫീലിംഗ് ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. രണ്ട് സൈഡിലും നല്ലൊരു ഭംഗി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം, ടു ബി ഹോണസ്റ്റ്, ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു വണ്ടി എടുത്ത് ഇങ്ങനെ ടാർ ചെയ്യാത്ത റോഡിൽ കൂടെ വണ്ടി ഓടിക്കണത്. എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് ഇങ്ങനെ കാണുന്ന റെയറാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കണ്ടതാണ്, വണ്ടി നിർത്തി സൈഡിൽ നിർത്തിയിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ മനുഷ്യന്മാരെപ്പോൾ കാണുന്നുണ്ട്. ആ മനുഷ്യരൂപമാണ് ഞങ്ങളുടെ ഫസ്റ്റ് ട്രോഫി. പേര് ജോഷുവ എന്നാണ്, പക്ഷേ ജോപ്പാന്ന് ഞാൻ വിളിക്കും. നമ്മുടെ പല വീഡിയോകളിലും വന്നിട്ടുണ്ട്. എപ്പോൾ വരുമെന്ന് അവന് മാത്രം അറിയാം, പിന്നെ ദൈവത്തിനും അറിയാം. ഇപ്പോൾ ഓടിയിട്ടുണ്ട്, അത് എങ്ങോട്ടാന്ന് അവൻ ചിന്തിക്കുന്നത്, അവൻ അങ്ങോട്ട് ഓടുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഞാനും അവൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓടുന്നൊന്നുമില്ല, അവൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. അവൻ്റെ അപ്പനല്ല ഞാൻ, അവൻ എന്ത് ചിന്തിക്കുന്നോ അതെനിക്കറിയാം. അപ്പോൾ അവൻ ആ മലയിലോട്ട് കയറാമെന്നറിയാം. ചെറിയൊരു കുന്ന് പോലെ ഉണ്ട്, അങ്ങോട്ട് കയറുവാണ്. നമുക്ക് ഈ കാഴ്ചയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന കുറേ ബുഷസ് കാണാൻ പറ്റുന്ന ഒരു പച്ചപ്പിന് നടുക്കൊരു മരുഭൂമി, ഭയങ്കര വേറൊരു ഫീലിംഗ്, നല്ല രസമുണ്ട്. ഞാൻ എല്ലാം പറയാൻ നല്ല ഫീലിംഗ് ആയിട്ട് നല്ല രസം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം കേട്ടോ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചെറിയ മൊട്ടക്കുന്ന് പോലെ ഒരു കുന്നിലോട്ട് ഞാൻ വലിഞ്ഞു കയറുവാണ്. അവിടെ നല്ലൊരു വ്യൂ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ജോപ്പൻ അതിന് മുമ്പ് എത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും അവിടെ എത്തിയിട്ട് എന്താണുള്ള കാഴ്ച നമുക്ക് കാണാം. വാവ്, നൈസ്, നല്ല ഭംഗിയാട്ടോ ഇവിടുന്ന് കാണുമ്പം. അവിടെ നിന്ന് ഒരു ലുക്കപ്പ് പോയിൻ്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇവിടുന്ന് കാഴ്ച കണ്ടിട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകുന്നത്, മുമ്പിൽ പോകുന്നത് എൻ്റെ അച്ഛൻ, എൻ്റെ ബാക്കിൽ പോകുന്നത് ജോപ്പൻ, അതിൻ്റെ ബാക്കിൽ പോകുന്നത് ഞാൻ, ഡാഡിയുടെ മകനായ ഐസക് ദ എക്സ്പ്ലോറർ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മേളിൽ എന്താണെന്നുള്ളത് കാഴ്ചകൾ കാണാം. അടുത്ത 3 പേര് വണ്ടിയിലാണ്. അവരെ ഇറക്കണമെങ്കിലും നല്ല അടിപൊളി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ വണ്ടിയിൽ കുത്തിയിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ആ ചെറുതുണ്ടല്ലോ മൂട്ട, അവൾ ഭയങ്കര കാർച്ചിലാണ്, കാർച്ച. അപ്പോൾ അവളെയും കൂട്ടി വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡെസേർട്ട് വ്യൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അവരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഫോട്ടോസ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അച്ചു വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്, ഞാൻ അമ്മയെ വെളിയിൽ ഇറക്കണം. അപ്പോൾ കാന്താരി എന്തോ പാമ്പർ മാറ്റുമോ ഫുഡ് കൊടുക്കുമോ എന്തോ ആണ് സംഭവം, എന്താണെന്ന് നോക്കാം. അവരെ ഇറക്കിയിട്ട് നല്ലൊരു ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് വീഡിയോ ഇടാം. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഉണ്ട്. ഓഹോ, പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറാനുള്ള എനർജി വേണമല്ലോ. അപ്പോൾ കാന്താരിയാണ് ഈ കാണുന്ന കുറ്റിപ്പടക്കം ഉണ്ടല്ലോ, 4 മാസം 5 മാസം ഉണ്ട്. പക്ഷേ ഭയങ്കര കാർച്ച വന്നു പറഞ്ഞിട്ട് 5 വയസ്സിൻ്റെ കാർച്ചയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് നല്ലതുണ്ടല്ലേ, ഇവിടെ ചെറിയ നമുക്ക് ഈ പിണക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു ഈ കല്ലുകളൊക്കെ കാണാനല്ലേ, ഇതൊക്കെ നാച്ചുറലായിട്ടുണ്ടായതാട്ടോ. ഈ കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ആയതാണ്. ഈ വരുന്നതാണ് എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ, പിന്നെ ലിറ്റിൽ കാന്താരി. പിന്നെ അടുത്തതാണ് ഈ കാണുന്നതാണ് എൻ്റെ അച്ഛൻ, പിന്നെ ബിഗ് ടെററായ ജോപ്പൻ. അപ്പം ഇന്നത്തെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു കുടുംബം. ഒരു ചെറിയ യാത്ര എന്ന് പറഞ്ഞാൽ വലിയ യാത്ര. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയ ഇപ്പോൾ അച്ഛനും അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ വലിയ യാത്രകൾ നമുക്കിപ്പോൾ പറ്റില്ല. കാന്താരിക്ക് 4-5 മാസം പ്രായമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അസുഖം വന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അതിനനുസരിച്ചുള്ള യാത്രയെ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ യാത്ര വളരെ രസമായിരുന്നു. ദൈവത്തിൻ്റെ കൊണ്ട് നല്ലൊരു യാത്രയായിരുന്നു. ഇന്നത്തെ യാത്രയിൽ എടുത്ത പിക്ചേഴ്സൊക്കെ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, കാണാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ പിനക്കളിലെ കാഴ്ചകളും യാത്രകളും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കഴിഞ്ഞിട്ടില്ല, തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഡെൻമാർക്കിലെ കാഴ്ചകളാണ്. ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു കൺട്രി ആയിട്ടുള്ള ഡെൻമാർക്കല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ളൊരു ഡെൻമാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഒരു ട്രീ ടോപ്പ് വാക്കാണ്. ട്രീ ടോപ്പ് എന്ന് പറയുമ്പം ഏകദേശം 400 വർഷം പഴക്കമുള്ള മരങ്ങളിൽ മേൽ കൂടെ ഒരു വാക്ക്, ട്രീ ടോപ്പ് വാക്ക്. അപ്പം അത് നമുക്ക് കാണാൻ പോവുകയാണ് ഈ കാഴ്ചയിൽ. അപ്പോൾ നമ്മൾ നേരെ അതിലോട്ടാണ് പോകുന്നത്, കാണാം. നോക്കിയാൽ പെട്ടെന്ന് നമ്മൾ മരുഭൂമിയിൽ നേരെ പച്ചപ്പിലോട്ട് വന്നപ്പോൾ നമുക്ക് കണ്ണിനൊക്കെ ഒരു കുളിർമയല്ലേ, എനിക്കങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ട്രീ ടോപ്പ് വാക്കിലോട്ടുള്ള എൻട്രൻസ് ആണ്. നമുക്ക് ഇവിടെ നേരെ ഈ റെയിൽസ് കൂടെ നടന്ന് മൊത്തം നമ്മൾ ഈ ട്രീ ടോപ്പ് വാക്ക് മൊത്തം നമ്മൾ ഈ മരത്തിന് മേളിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഇങ്ങനെ കയറി പോകുമ്പോൾ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വലിയ ഇത് ഏറ്റവും ടോപ്പിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ കാണാൻ പോവുകയാണ് ഈ കാഴ്ചയിൽ. ഈ കാണുന്ന മരങ്ങളൊക്കെ 400 വർഷം മുകളിൽ പഴക്കമുള്ള മരങ്ങളാണ്. ഇതാണ് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. ഇവർ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഈ മൊത്തം ശരിക്കും ഓസ്ട്രേലിയയുടെ 80-90% ഇതുപോലുള്ള മരങ്ങളാണ്. ഭയങ്കര നാച്ചുറലായിട്ടുള്ള നമ്മൾ നേച്ചറിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു മനോഹരമായുള്ള കാഴ്ചയാണ്. നമ്മൾ ഈ കാണുന്ന മരങ്ങളുടെ റെഡ് ടിങ്കിൾ ട്രീസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ യൂക്കാലിപ് ട്രീസ് ആണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഓസ്ട്രേലിയയിൽ ഭയങ്കര ബുഷ് ഫയറൊക്കെ വരുന്നത്, പെട്ടെന്ന് തീ പിടിക്കുന്നത്. യൂക്കാലിപ് എന്ന് പറഞ്ഞാൽ ഓയിലാണല്ലോ, പെട്ടെന്ന് തീ പിടിച്ചങ്ങ് കയറിപ്പോകുന്നതിന് കാരണം ഇങ്ങനത്തെ മരങ്ങളാണ്. ഇവിടെ ഒന്നും ബുഷ് ഫയർ വന്നിട്ടില്ല. അപ്പം ഇത് അവർ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു മരങ്ങളാണ്. ഇത്രയും വർഷം പഴക്കമുള്ളതാണല്ലോ, അപ്പോൾ അത്രയും അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. തുടക്കം മുതൽ ഞാൻ സംസാരിച്ച് വധിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കുറച്ച് നേരത്തേക്ക് ഞാൻ വായടച്ച് വെച്ചേക്കാം. എന്തായാലും നിങ്ങൾ നേച്ചറൊക്കെ എൻജോയ് കേട്ടോ. നോക്കിയാൽ നമ്മളിപ്പോൾ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ ദൂരോട്ട് നോക്കുമ്പം അങ്ങ് കുറേ മരങ്ങളുടെ മുകളിൽ നമ്മളൊരു പക്ഷിയെ പോലെ പറന്നെത്തി ഇങ്ങനെ ദൂരം കാണുന്ന പോലെ തോന്നില്ലേ, അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തോന്നുന്നത്. വീഡിയോ നിങ്ങൾ എത്ര ക്യാപ്ചർ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു വേറെ ലെവലാണ് കേട്ടോ. അച്ഛനും അമ്മയുടെ കാര്യമാണ്, അവർ ഭയങ്കര ത്രില്ഡാണ് എന്ന് പറഞ്ഞാൽ ഇത്രയൊരു മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞ് കാണേണ്ട കാര്യമല്ലോ. ഇത്രയും ട്രീ ടോപ്പ് വാക്ക് എന്ന് പറയുമ്പം കാണുമ്പോൾ അവർ ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളിവിടെ വരുന്ന 3ാമത്തെ പ്രാവശ്യമാണ്. ഇതിനു മുമ്പ് വന്ന പപ്പയും അമ്മയായിട്ടാണ്. പപ്പയും അമ്മയെന്ന് പറഞ്ഞാൽ റിൻസിയുടെ പേരൻസുമായിട്ട് അവർ ഒരുപാട് ഹാപ്പി ആയിട്ട് അവർ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ പേരൻസൊക്കെ ആയിട്ട് വരുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അവരിങ്ങനെ കാണിക്കാമെന്ന് പറയുമ്പോഴേ പല സ്ഥലങ്ങളും ഓസ്ട്രേലിയ ഞങ്ങൾ മാക്സിമം യാത്രയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ യാത്രയായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകുമ്പം അവരൊക്കെ പേരൻസൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഫാമിലി ടൈം കേട്ടോ. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരാണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ പേരൻസൊക്കെ ആയിട്ട് വരണമെങ്കിൽ നല്ലൊരു സ്പോട്ടാണിത് കേട്ടോ. അങ്ങനെ നമ്മൾ ട്രീ ടോപ്പ് വാക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ താഴെ ഇറങ്ങിയാൽ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ ട്രെയിനിൻ്റെ അടിയിലൊക്കെ നമുക്ക് നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല ഇനി. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ഫാമിലി ജോയിൻ ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഫാമിലി ജോയിൻ ചെയ്യുക. ഓസ്ട്രേലിയയുടെയും പല രാജ്യങ്ങളിലെയും വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ പാക്കലാം.